ഹായ് ഗൈസ്, എൻ്റെ പേര് ദേവനന്ദിനി. ആൻഡ് കഴിഞ്ഞ ഏറ്റവും ആദ്യത്തെ വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു സംശയമാണ് ഞാൻ എന്ത് ടൈപ്പ് ഓഫ് കോണ്ടൻറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കണ്ടൻസ് ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എന്നെ ഒരു സാധനത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ആദ്യത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഐ എം ഗോയിങ് ടു ടെൽ പീപ്പിൾ ദാറ്റ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പറഞ്ഞു വന്നപ്പം കുറേ നാളായിട്ട് റീസെൻ്റ്ലി ഈ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ട് കുറച്ചധികം പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ പേര് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വായിൽ വരുന്നുണ്ട്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി അത് ഞാൻ ആ ഇൻട്രോ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ വായിൽ ആദ്യം വന്നത് തന്നെ എപ്സ്റ്റീൻ ഫയൽസ് എന്നാണ്. റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് എനിക്കത് പറഞ്ഞപ്പോൾ അത് വലിയ തെറ്റായിട്ട് തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ ആ വീഡിയോ ഇരുന്ന് കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചു. പക്ഷെ ഇൻ പേഴ്സൺ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനൊന്നും അല്ല. അപ്പം അത്രയും സീരിയസ് അല്ലാത്തൊരു മനുഷ്യനെന്ന നിലയ്ക്ക് ഞാൻ ഇങ്ങനെ അത്രയും വെയിറ്റ് ഒക്കെ ഇട്ട് സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡയറക്ഷൻ ഇല്ലാത്ത പോക്കായിരിക്കാം കാണാൻ പോകുന്നത് എന്ന് വെച്ച് ജസ്റ്റ് ഫോർ ഹൊറർ അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യാം ആ വൈബിൽ ചെയ്യുന്നതല്ല. എന്നെ സംബന്ധിച്ച് എപ്പോഴും ഉള്ള ടെൻഷൻ ഇതാണ്. ഓക്കെ, ആരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മൂഡ് പോവും. അങ്ങനെ മൂഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനിത് കണ്ടിന്യൂ ചെയ്യില്ല. ഫ്രണ്ട്സ് എപ്പോഴും പറയുമായിരുന്നു ചെയ്തുകൂടെ. ആൻഡ് എനിക്ക് ഈ ഒരു കൺഫ്യൂഷൻ കാരണം ഞാൻ ചെയ്തിട്ടില്ല. ആൻഡ് ആ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് പോലും ഞാൻ ഇങ്ങനെ വിചാരിച്ചു, തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരിക്കലും തുടങ്ങില്ല. ആൻഡ് ഇഫ് എനിബഡി ഇത് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് ഇതേ പറയാനുള്ളൂ, നമ്മൾ ബാക്കിയുള്ളവർ വിചാരിച്ച് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കരുത്. അങ്ങനെ ചെയ്യാതിരുന്നാൽ അവർക്ക് നഷ്ടമൊന്നുമില്ല, നമുക്ക് മാത്രമേ നഷ്ടമുള്ളൂ. നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കും, ഓക്കെ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, അവരെന്താ പറയാൻ പോകുന്നത്, അങ്ങനെ ഇരുന്നാൽ ഇരിക്കത്തേ ഉള്ളൂ. നമ്മളെപ്പോഴും നമ്മളെ നോക്കുക, നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നോക്കുക. ബാക്കി ഒരാളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ കേട്ട് അവർ അപ്രൂവൽ തന്നാൽ മാത്രം പ്രവർത്തിക്കുക, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യരുത്. സോ എൻ്റെ ലൈഫിലുള്ള കുറേ കാര്യങ്ങളെന്ന് ഞാൻ പഠിച്ചതാണ്. പഠിച്ചെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് സ്റ്റിൽ ഐ റിപ്പീറ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ എന്നാലും എനിക്ക് റിഗ്രറ്റ് ഉള്ള കാര്യമാണ്. ഇഫ് യു ഹാവ് ടു ഡു സംതിങ്, ഇഫ് യു വോണ്ട് ടു ഡു സംതിങ്, ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ്. ഡോണ്ട് വെയിറ്റ് ഫോർ അനദർ പേഴ്സൺ ടു ഗിവ് യു അപ്രൂവൽ. എപ്പോഴും ചെയ്യാനുള്ള കാര്യം കൃത്യസമയത്ത് നല്ല രീതിയിൽ അങ്ങ് ചെയ്ത് തീർക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്യാമറ എങ്ങോട്ടേക്കാണ് നോക്കേണ്ടത് എന്നുള്ളതൊരു ഡൗട്ട് ഉണ്ട്. ഇടയ്ക്ക് ഞാൻ എന്നെ നോക്കും, ഇടയ്ക്ക് ഞാൻ ക്യാമറയിൽ നോക്കും, ഇടയ്ക്ക് എന്നെ നോക്കും, ക്യാമറയിൽ നോക്കും. ആൻഡ് മോസ്റ്റ്ലി ഞാൻ എന്നെ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഐ കോണ്ടാക്ട് മാറുന്ന അനുസരിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഈ വീഡിയോയിൽ ഉണ്ടാവും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, എത്ര പേര് ഈ വീഡിയോ കാണുമെന്ന് അറിയാത്തത് കൊണ്ട് ആ ടെൻഷൻ ഇല്ല. ഒരു ഫസ്റ്റ് വീഡിയോൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഇതിനുണ്ടാവും. ലൈറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് ഇതുപോലെ ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഇനിയും വരും. And I hope you will bear with me. My anxious self is always telling, oh, nee samsarikkunna koodalana. I'm just trying to be myself over here. I want to share as much as experiences I have in my life. Kore adhigam field ne patti eniki samsarikkanayittulla oru പ്രൊവിഷൻ ഇവിടെ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തത്. സോ സ്റ്റേ ട്യൂൺഡ്. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, comment and press the notification icon. Bye bye.